മന്ത്രി കെ ബി ഗണേഷ് കുമാർ UDF-ലോട്ടൊക്കെ സ്വന്തം രാഷ്ട്രീയ ഭാവി പരീക്ഷിച്ചു പോകുന്നവരെ സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. UDF-ന്റെ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും കൂടുതൽ ആളുകൾ UDF പാളയത്തിലേക്ക് എത്തും, മുൻപ് വിട്ടുപോയവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓഫറുകൾ, ചർച്ചകളൊക്കെ നടന്നുണ്ടോ? ഈ നടുകടലിൽ ഒരു കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഈ നടുകടലിലേക്ക് എടുത്ത് ചാടാൻ ആരെങ്കിലും മണ്ടന്മാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ മുങ്ങിച്ചാവുക എല്ലാവരുടെയും മാർഗം എന്താണ്? ഇതെങ്ങോട്ടാണ് ചാടുന്നത്? കോൺഗ്രസ്സിലും ഉള്ളവർക്കേ അവസരമില്ലാത്ത കോൺഗ്രസ്സിലും എന്തവസരം കാത്തിട്ടാണ് ചാടുന്നത്? നടുകടലിൽ ചാടിയാൽ എന്തായിരിക്കും ഫലം എന്ന് അവരവരാലോചിക്കുക. അത് ഈ പറഞ്ഞ കണക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്ഥാനം പോകുമ്പോൾ വിഷമം വരുന്നവർ കാണും. അതെ, മുങ്ങാൻ പോകുന്ന കപ്പലിലേക്ക് എടുത്ത് ചാടുന്നവർ അവർ സ്വയം ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മികച്ച മറുപടിയില്ല. കേരളത്തിൽ പല രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ മാധ്യമങ്ങൾ മുന്നിലേക്ക് ചെന്നപ്പോഴാണ് ഇങ്ങനൊരു മറുപടി അദ്ദേഹം പറഞ്ഞത്. ഇതിനോടൊപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കുളം കലക്കാൻ ശ്രമം നടത്തുമ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ വളരെ ക്ലാരിറ്റിയോടും വളരെ കൃത്യമായിട്ടും ഗണേഷ് കുമാർ മറുപടികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ നാടൊന്ന് കേൾക്കേണ്ട കാര്യം തന്നെയാണ്. മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ജനങ്ങൾ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെയൊക്കെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം മാത്രം കേൾപ്പിച്ച് ഉടനടി വലിച്ചു പോവുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഭാഗം അടർത്തിയെടുത്ത് വിവാദമാക്കാനുണ്ടെങ്കിലും അതും അവർ കൊടുക്കും. അതിനപ്പുറത്തേക്ക് അവർ സൃഷ്ടിച്ചെടുക്കുന്ന വാർത്തയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വാർത്താ കച്ചവടത്തെ പൊളിച്ചടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ നിർമ്മിതിയെ അടപടലം തകർക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി എന്ത് ചെയ്യുക? മുക്കുക. അതിനപ്പുറത്തേക്ക് വേറെ ഒരു തരത്തിലുള്ള പ്രവർത്തനവും മാധ്യമങ്ങൾ കാട്ടാറില്ല. അതുകൊണ്ടാണ് ഗണേഷ് കുമാർ ഇപ്പോൾ തൃശ്ശൂരിൽ കേരളത്തിലെ പൊതുവായ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം പ്രതികരണം നടത്തുകയും കൂടുമാറ്റങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെച്ചപ്പോൾ അത് മാധ്യമങ്ങൾ ചെറിയൊരു ഭാഗം കൊടുത്ത് മുക്കിക്കളഞ്ഞത്. അപ്പോൾ ആ പ്രതികരണത്തിന്റെ മൊത്തം ഒന്ന് കേൾക്കുക. ചർച്ച ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തും. അങ്ങനെയുള്ള ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ടോ? അങ്ങനെ മുന്നണിക്കുള്ളിൽ നടന്നിട്ടുണ്ടോ? അല്ല, മുന്നണിക്കുള്ളിൽ അങ്ങനെ ചർച്ചകൾ നടന്നിട്ടില്ല. അങ്ങനെ വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അടിയന്തര മുന്നണി യോഗം വിളിക്കും കൺവീനർ. അതനുസരിച്ച് നമ്മൾ ചെയ്യും. പക്ഷേ എന്നാലും ഒരു ധാരണയുണ്ട്, നമ്മൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഞങ്ങൾ ഭക്തജനങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഭക്തജനങ്ങൾക്കൊപ്പം. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. കാരണം അന്നൊരു ഇഷ്യൂ വന്നെങ്കിൽ ഒരു കോടതി വിധിയുടെ പുറത്ത് വന്ന ഇഷ്യൂ ആണ്. അതിനുശേഷം കഴിഞ്ഞ 6 വർഷത്തോളം കഴിയുകയാണ്. അത് കഴിയുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസുമില്ല. ശബരിമല വളരെ സ്മൂത്തായിട്ട് പോവുകയാണ്. അതിന് ആവശ്യമില്ലാത്ത പ്രതിപക്ഷവും BJPയും മുതലെടുപ്പിന് ശ്രമിക്കാതിരുന്നാൽ മതി. അന്നുണ്ടായത് പിന്നീട് ഉണ്ടായ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടി അത് ഈ ഒരു വിഷയം പ്രതിപാദിച്ചിട്ട് ഇല്ല. ഈ വിഷയം കൊണ്ടാണെന്നൊന്നും നമ്മൾ വിലയിരുത്തിയിട്ടൊന്നുമില്ല. ഈ വിഷയമൊന്നുമല്ല. പക്ഷേ അത് ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ സാഹചര്യമാണ്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സാഹചര്യമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അതൊക്കെ മാറിയും തിരിഞ്ഞും വരും. കാരണം ഞങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ 1ാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2ാമത്തെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചാണ്? ആരെങ്കിലും വിചാരിച്ചാണ്? ഒരു LDF പിന്നെ UDF എന്ന് പറഞ്ഞ് 2ാം ഭരണം എന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ലോ. പക്ഷേ ജനങ്ങളുടെ ഉള്ളിൽ കേരളത്തെ നയിക്കാൻ കരുത്തുള്ള നേതാവ് പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആരും വോട്ടിട്ട് നോക്കിക്കൂ. കേരളത്തെ നയിക്കാൻ, പിന്നെ വാചമടിക്കാനും കുറ്റം പറയാനും ഒക്കെ ആരെ കൊണ്ടും പറ്റും. പക്ഷെ നയിക്കാൻ ശക്തിയുള്ള കരുത്തുള്ള നേതാവ് നമ്മളെ ഒരു വികസനത്തിലേക്ക്, അതായത് വളരെ ചരിത്രപരമായ വികസനത്തേക്ക് കേരളത്തെ നയിച്ച പവർക്കിട്ടില്ലാത്ത കേരളം, 4.5 ലക്ഷം ആൾക്കാർക്ക് പട്ടയം, ഇതെല്ലാം കൊടുക്കാൻ കഴിഞ്ഞത് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭൂമിയില്ലാത്ത അനേകർക്ക് ഭൂമി സ്വന്തമായി. കാരണം 3.5 കോടി ജനമുള്ള സംസ്ഥാനത്ത് 4.5 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തു, സ്വന്തമായി ഭൂമി നൽകിയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതൊരു സർക്കാരിനെ ചെറുതായി കാണരുത്. അതൊക്കെ എടുത്ത് പറയൂ. അതൊക്കെയല്ലേ പ്രധാന കാര്യം. പട്ടയം കൊടുത്തു, എല്ലാ വില്ലേജ് ഓഫീസിൻ്റെ രേഖകളും നിമിഷം കൊണ്ട് കിട്ടുന്ന ഓൺലൈനിലേക്ക് കൊണ്ടുവന്നു, അഴിമതി കുറച്ചു. എല്ലാം അഴിമതി പൂർണ്ണമായി നിർത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അഴിമതി കുറച്ചു, പരിപൂർണ്ണമാണ്. 23 സർട്ടിഫിക്കറ്റുകൾ വളരെ വേഗത്തിൽ തടസ്സമില്ലാതെ ജനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ അഴിമതിയില്ലല്ലോ, സമയബന്ധിതമായി കിട്ടുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വലിയ നേട്ടങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. എല്ലാ എൻ്റെ നിയോജകമണ്ഡലത്തിൽ മാത്രം 55 സ്കൂളുകളാണ് പുതിയ ബഹുനില മന്ദിരം പണിതിരിക്കുന്നത് ഈ 10 വർഷത്തിനുള്ളിൽ. അപ്പോൾ മികച്ച നേട്ടമാണ്. കിഫ്ബിയിലൂടെ കോടാനുകോടി രൂപയുടെ റോഡുകൾ നിർമ്മിച്ചു. ഇപ്പോൾ ശബരി റെയിൽപാത വരുന്നു. അതിന് കിഫ്ബിയിൽ നിന്നാണ് പണം കൊടുക്കുന്നത്. സ്ഥലം എടുക്കാനായിട്ട് എത്രയോ കോടി രൂപ, 10,000 കണക്കിന് കോടി രൂപയാണ് സ്ഥലം എടുക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നല്ലൊരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ്. അതിനെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ശബരിമല, സ്വർണ്ണക്കൊള്ള എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വാജിവാഹനം എടുത്ത് കൊടുത്തവരും ഒക്കെ ഇതിനകത്ത് പെടുമല്ലോ. ഒരു പാർട്ടിക്കാർ മാത്രമാണ്.
ചില ആളുകൾ ചക്കരക്കുടത്തിൽ കൈയിടുന്നു, അത് നക്കുന്നു. അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. അതിൻ്റെ പാർട്ടി എന്ത് ചെയ്തു, മുന്നണി എന്ത് ചെയ്തു? ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കുന്നവൻ അനുഭവിക്കും, അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മളെന്താ, കുറ്റം ചെയ്തിട്ടുള്ളവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാണ് നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥയുള്ളത്. അതിൽ ഒരു വീഴ്ചയും LDF സർക്കാർ വരുത്തി. ഈ പ്രേംകുമാർ ഇടതുപക്ഷം വിട്ട് UDF പാളയത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പരസ്യമായി തുറന്നു പറഞ്ഞു. ഒരു ജാഗ്രത കുറവുണ്ടായി അദ്ദേഹത്തെ കൂടെ നിർത്തുന്നത്. അല്ലല്ല, നമ്മളൊരു സ്ഥാനം ലഭിക്കുകയും ആ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ പാർട്ടി വിടുകയും ചെയ്യുന്നത് അന്തസ്സാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു നല്ല മാന്യനായ വ്യക്തിയാണ്, വളരെ നല്ല പെരുമാറ്റവും നല്ല സ്നേഹമുള്ള ആളാണ്. പക്ഷേ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തെ അദ്ദേഹം തള്ളിപ്പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും ഒരു ചീപ്പായിട്ട് പെരുമാറുന്ന ആളല്ല പ്രേംകുമാർ. സംസ്കാര സാധ്യതയിൽ പങ്കെടുക്കാം, അതിനൊരു സാംസ്കാരിക സംഘടന ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവരുടെ തീരുമാനം അവരല്ലേ എടുക്കേണ്ടത്. ഞാൻ പ്രേംകുമാർ ഇങ്ങനെ തീരുമാനിക്കണം എന്നെനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന പ്രേംകുമാർ ഒരു ചെറിയ സ്ഥാനമാനത്തിന് വേണ്ടി, അതും ഒരു ചെറിയൊരു സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട്, അത് രഞ്ജിത്ത് ഒഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തിന് ചുമതല നൽകി. ആ ചുമതല അദ്ദേഹം നന്നായി നിർവഹിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരാൾ അത് ആ ടേം കഴിഞ്ഞപ്പോൾ റസൂൽ പൂക്കുട്ടിയെ പോലെ ഒരു ഇൻ്റർനാഷണൽ ഫിഗറിനെ അതിൻ്റെ പ്രസിഡൻ്റാക്കി. അതൊരു തെറ്റല്ലല്ലോ. റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഇൻ്റർനാഷണലി അംഗീകാരം നേടിയ, ഓസ്കാർ നേടിയ മലയാളിയാണ്. അദ്ദേഹം ഒരു കുറവുള്ള ആളല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പകരം വെച്ചു. ആ ടേം കഴിഞ്ഞു, ആ ടേമിൻ്റെ കാലാവധി കഴിഞ്ഞു, വെച്ചപ്പോൾ പിന്നെ അദ്ദേഹം പിണങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുവേണ്ടി പിണങ്ങുന്നെങ്കിൽ ഷെയ്മല്ലേ, മോശമല്ലേ? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ പിണങ്ങുന്ന ആളാണ് പ്രേംകുമാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. UDFന്റെ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും കൂടുതൽ ആളുകൾ UDF പാളയത്തിലേക്ക് എത്തും, മുൻപ് വിട്ടുപോയവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓഫറുകൾ, നേരത്തെ ചർച്ചകളൊക്കെ നടന്നുണ്ടോ? ഈ നടുകടലിൽ ഒരു കപ്പലിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേ ഈ നടുകടലിലേക്ക് എടുത്ത് ചാടാൻ ആരെങ്കിലും മണ്ടന്മാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ മുങ്ങിച്ചാവുകയല്ല വേറെ മാർഗം എന്താണ്? ഇതെങ്ങോട്ടാണ് ചാടുന്നത്? കോൺഗ്രസ്സിലും ഉള്ളവർക്കേ അവസരമില്ലാത്ത കോൺഗ്രസ്സിലും എന്തവസരം കാത്തിട്ടാണ് ചാടുന്നത്? നടുകടലിൽ ചാടിയാൽ എന്തായിരിക്കും ഫലം എന്ന് അവരവരാലോചിക്കുക. അത് ഈ പറഞ്ഞ കണക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്ഥാനം പോകുമ്പോൾ വിഷമം വരുന്നവർ കാണും. അങ്ങനെയുള്ളവരാണല്ലോ പോകുന്നത്. സ്ഥാനം വന്ന എല്ലാ സ്ഥാനവും CPM പാർട്ടിയും LDFും കൊടുക്കാവുന്ന എല്ലാ MLA സ്ഥാനങ്ങളും മറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങളും ഒക്കെ കിട്ടിയതിന് ശേഷവും പെട്ടെന്നൊരു ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജി പോലും വയ്ക്കാതെ മറ്റേ പാളയത്ത് പോയി കയറുന്നത്, അവരുടെ പന്തലിലോട്ട് എന്ന് കയറുന്ന മര്യാദകൾ കാണിക്കുന്നവർ കാണും. ഇത് പൊതുവിൽ ഇടതുപക്ഷത്തുള്ളവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളവരൊക്കെ ഒരു ആദർശമുള്ളവരാണെന്നാണ് വയ്പ്പ്. എല്ലാവർക്കും ആദർശം ഉണ്ടാവണമെന്നില്ല. അവരങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി. അപ്പം ഈ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുക, നടുകടല ചാടുന്നത്. കോൺഗ്രസ്സിലുള്ളവർക്ക് ഈ സീറ്റും ഇല്ല, ഒന്നുമില്ല. അതിനെന്താ, ആർക്കും എവിടെയും മത്സരിച്ചുകൂടി? തലയ്ക്ക് വെളിവും 10-21 വയസ്സും കഴിഞ്ഞാൽ ആർക്കും ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാം. ആരും തടയാൻ നോക്കൂ? ആർക്കും നോമിനേഷൻ കൊടുക്കാൻ മത്സരം. ബാലഗോപാൽ 100% വിജയിച്ചിരിക്കുമല്ലോ. കഴിഞ്ഞ വർഷത്തേക്കാളും ഭൂരിപക്ഷം ജയിക്കും. കഴിഞ്ഞ വർഷം അദ്ദേഹം ജയിച്ചതാണ് 12,000 വോട്ട്.